ആത്മീയ നിർവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി 20-ന് തിരിതെളിയുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി 27-നാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ. കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. ചെറുതുരുത്തി ഗിത്മ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ 350ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും വസ്ത്രങ്ങളും പെൻഷനും വിതരണം ചെയ്തു. ചെറുതുരുത്തി മേഖലയിലെ നിർധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി ഗിത്മ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ വിപുലമായ റിലീഫ് വിതരണം സംഘടിപ്പിച്ചു. മാസം തോറുമുള്ള പെൻഷൻ പദ്ധതിക്കും സൗജന്യ വസ്ത്ര വിതരണത്തിനും പുറമെ ഇത്തവണ 350ഓളം കുടുംബങ്ങൾക്കായി ഭക്ഷ്യധാന്യ കിറ്റുകളാണ് വിതരണം ചെയ്തത്. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ചെറുതുരുത്തി മഹല്ലിലെ നിർധനരായിട്ടുള്ള കുറച്ചു പേർക്ക് പലവിധ റിലീഫുകളും നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഏകീകൃത രൂപത്തിൽ മഹല്ലിലെ പാവങ്ങളായ ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി നമ്മൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഹിദ്മ റിലീഫ് സെല്ല് ഒരു വർഷം കൊണ്ട് തന്നെ ചെറുതുരുത്തി മഹല്ലിൽ പാവപ്പെട്ടവരായിട്ടുള്ള 16ഓളം ആളുകൾക്ക് മാസം പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചു. അതുപോലെ തന്നെ സ്നേഹത്തണൽ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ പെരുന്നാൾക്ക് വിധവകളും പാവപ്പെട്ടവരുമായിട്ടുള്ള സ്ത്രീകൾക്ക് പെരുന്നാൾ വസ്ത്ര വിതരണം നടത്തി. വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മയ്യത്ത് പരിപാലന ക്ലാസുകളൊക്കെ നടത്തുന്ന ഹിദ്മ റിലീഫ് സെല്ല് ഈ റമദാനിൽ നമ്മളോട് കൂടെ നിൽക്കേണ്ട പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റിലീഫ് പ്രവർത്തനം നടക്കുന്നത്. ചെറുതുരുത്തി മഹല്ല് വൈസ് പ്രസിഡന്റ് ഷിഹാബ് പൊറ്റയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സയ്യിദ് ഷാഹിദ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് ആലിഫ് സൽമ യമാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പരിശുദ്ധമാകുന്ന റമദാൻ ഷരീഫിലെ പുണ്യമായ പ്രവൃത്തിയോടൊപ്പം അതിനേക്കാൾ മഹത്തരമായ നമ്മുടെ മഹല്ലിലുള്ള വളരെ പാവപ്പെട്ട ആളുകളെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവരെ സമൂഹത്തിനിടയിൽ എത്തി കാണിക്കാതെ അവരെ മുഖം പോലും പ്രത്യക്ഷപ്പെടുത്താതെ പല വീടുകളിലും പോയിട്ട് വളരെ വ്യത്യസ്തമായ രൂപത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ അവരെ എല്ലാ നിലക്കും മാസത്തിൽ പെൻഷൻ തുകയായിട്ടും അല്ലാതെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖിദ്മയുടെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഈ മസ്ജിദ് നബവിയിൽ ഞാൻ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഏതെങ്കിലും ഒരു പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ ഒരു പ്രയാസം മാറ്റാൻ വേണ്ടി കണ്ടെത്തുന്ന സമയമാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലിന്റെ പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചെന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന ഈ ഒരു പ്രവർത്തനം ഏത് രൂപത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന, അതുപോലെ തന്നെ ഇതിനെ ക്രോഡീകരിക്കുന്ന എല്ലാവർക്കും റബ്ബ് തആല എല്ലാവിധ ഖൈറും. BM ഹക്കീം, ഹംസ പൂച്ചേങ്ങൽ, മുഹമ്മദ് കുട്ടി ഹാജി, TK സയ്യിദ് അലവി, PMA സിദ്ദിഖ്, PH അബ്ദുൽ ജലീൽ, TH സുധീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സുലൈമാൻ സ്വാഗതവും ഹക്കീം മനാമ നന്ദിയും രേഖപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെയ്യുന്ന റിലീഫ് പ്രവർത്തനം ഹക്കീമിന്റെ സഹായത്തോടു കൂടി വളരെ നല്ല നിലയിൽ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ മഖബൂലും മബ്റൂറുമായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാടിന്റെ നന്മയ്ക്കായി ഗിത്മ റിലീഫ് സെൽ നടത്തുന്ന ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. ന്യൂസ് ഡെസ്ക് CCV.